സങ്കീർത്തന പുസ്തകം 50-ാം അധ്യായം 21-ാം വാക്യം വചനപ്രകാരം പറയുന്നു, ബലിയായി കൃതജ്ഞത അർപ്പിക്കുന്നവനെ ബഹുമാനിക്കുന്നു, നേരായ മാർഗത്തിൽ ചരിക്കുന്നവന് ദൈവത്തിൻ്റെ രക്ഷ ഞാൻ കാണിച്ചു കൊടുക്കും. ഈ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഒരു പ്രാർത്ഥനയെക്കുറിച്ച്, അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ മനോഭാവത്തെക്കുറിച്ച് പറയുക. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന എന്താ? പലപ്പോഴും പലരുടെയും പ്രാർത്ഥന തരണേ തരണേ വീണ്ടും തരണേ എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഒരു ആവശ്യം വരുമ്പോൾ ആവശ്യമായിട്ടാണ് പലപ്പോഴും ദൈവത്തിൻ്റെ അടുത്തേക്ക് വരിക. ഒന്നിലും നമുക്ക് തരാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ ജീവിത പങ്കാളി കൊടുക്കാനായിട്ട് എന്ന് പറഞ്ഞാൽ ആത്യന്തികമായിട്ട് നമുക്ക് കിട്ടണം. ജീവിത പങ്കാളിയോടെ എനിക്ക് കിട്ടണം, മക്കളോട് എനിക്ക് കിട്ടണം. അപ്പോൾ എന്ന് പറഞ്ഞാൽ യാചനയാണ് പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന. പ്രാർത്ഥനയിൽ കുഴപ്പമൊന്നുമില്ല. യാചന നമ്മൾ ഈ കർത്താവിനോടാണ് ചോദിക്കേണ്ടത്. നമുക്കെല്ലാം തരാൻ കഴിയുന്നവനും സർവശക്തനും നമ്മെ സ്നേഹിക്കുന്നവനുമായ അപ്പനായ ദൈവത്തിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മൾ ചോദിക്കേണ്ടത്. പക്ഷേ യാചന മാത്രമായിരിക്കരുത് പ്രാർത്ഥന. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുക, ബലിയായി കൃതജ്ഞത അർപ്പിക്കുന്നവൻ എന്നെ ബഹുമാനിക്കുന്നു എന്ന് പറഞ്ഞാൽ നന്ദി പറയണം. നമ്മുടെ പ്രാർത്ഥനയിൽ നമുക്ക് ചോദിക്കാനൊക്കെ ചോദിക്കാം, അപ്പനായ ദൈവത്തോട് എൻ്റെ വേറെ ആരോട് ചോദിക്കുക. പക്ഷേ ഈ ചോദ്യം മാത്രമല്ല, യാചന മാത്രമല്ല, മറിച്ച് നമുക്ക് കർത്താവ് ഒത്തിരി നൽകിയിട്ടുണ്ടല്ലോ. ഈ നൽകിയതിനോർത്ത് നന്ദി പറയാൻ, ഇടയ്ക്കിടയ്ക്കൊക്കെ നന്ദി പറയാൻ, പ്രാർത്ഥനയുടെ ഒരു 90% നന്ദി പറച്ചിലാക്കി മാറ്റാൻ നമുക്ക് പരിശ്രമിക്കാം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ നമ്മൾ ചോദിക്കാതെ തന്നെ കർത്താവ് അനുഗ്രഹം വർഷിക്കും. കാരണം വചനം പറയുവാണ്, ബലിയായിട്ട് കൃതജ്ഞത അർപ്പിക്കുന്ന എന്നെ ബഹുമാനിക്കുന്നു. ദൈവത്തെ ബഹുമാനിക്കുന്നതിൻ്റെ കൂടെ ദൈവം ഉണ്ടാവും. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ.